ഹലോ എവരിവോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓർക്ക എന്ന് പറഞ്ഞ ഹാൻഡ് ഹെൽഡ് ബ്ലെൻഡറിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതെൻ്റെ ബ്രദർ കൊടുത്തുവിട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ നമ്മളിതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ ഒരെണ്ണം മാത്രം എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉള്ളതുകൊണ്ട് ആ ഒരു വിസ്ക് എങ്ങനെയാണ് നമ്മളിതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുള്ളത് ഇതുവരെയായിട്ട് പിടികിട്ടിയിട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേ ആ ഒരു കവറൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ദേ ഈ കാണുന്ന സംഭവമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള ഓരോ പാർട്സ് ഇല്ലേ അതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഓരോന്ന് ഫിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓർക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഈ ഒരു സംഭവം. ഇത് നമുക്ക് ഇപ്പം ഈ കാണിക്കുന്നുണ്ടോ, അതിനകത്തൊരു ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഇരിക്കുന്ന വിസ്ക് എങ്ങാണ്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. പക്ഷേ അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിങ്ങനെ ലൂസായിട്ട് ഊരിപ്പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഫിക്സ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്താൽ മതി. അങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡയറക്ഷനിലേക്കാണ് വെക്കേണ്ടതെന്നൊക്കെ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വിസ്ക് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ആ ഒരു പിക്ചറിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ വെച്ച് നോക്കുമ്പോൾ അത് ലൂസാവുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതെനിക്കറിയില്ല. അപ്പോൾ കണ്ടോ, ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടൊക്കെയുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇതൊരു സ്മാഷറാണ്. നമ്മൾ പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അതിൽ കൊടുക്കുന്നതൊക്കെ നോക്കി ഞാനെല്ലാം ഫിക്സ് ചെയ്ത് എടുത്തായിരുന്നു. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് ഞാൻ മറന്നു. എനിക്കൊന്ന് വെജിറ്റബിൾസോ ഫ്രൂട്ട്സൊക്കെ സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഈ ഒരു ജാറാണ് വരുന്നത്, ഒരു മെഷറിങ് ജാറാണ്. ഇതിനകത്താണ് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ജ്യൂസൊക്കെ ആക്കാൻ പറ്റുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ വിചാരിച്ചിനി ഇതിന് ജസ്റ്റ് മെഷറിങ്ങിന് മാത്രമുള്ളതായിരിക്കും. പിന്നെയാണ് മനസ്സിലായി ഇതിനകത്താണ് നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണിത്. തുറന്ന് നോക്കിയപ്പം ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കൊടുത്തിട്ടുണ്ട്, ആ ഒരു ലെവൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മില്ലിലിറ്റർ വെച്ചിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വിസ്ക്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ പിന്നെയും. പിന്നെ ഇത് വേറൊരു പാർട്ട്, നമ്മൾ മുമ്പേ കാണിച്ച ആ ഒരു പാർട്ട് പോലെ തന്നെയാണ് ഇതും അങ്ങനെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ. ഇതും എന്തിനുള്ളതാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. അപ്പോൾ ഇത് രണ്ടിലും ഞാൻ വിസ്ക് വെച്ച് നോക്കി, ഇതിലും വെച്ച് നോക്കി, മറ്റത്തിലും വെച്ച് നോക്കി. അപ്പോൾ ഒരെണ്ണത്തിൽ അങ്ങോട്ട് ഒന്നും പോകുന്നത് പോലും ഇല്ല, ഒരെണ്ണത്തിലാണെങ്കിൽ അങ്ങോട്ട് ഇൻസേർട്ട് ആവുന്നില്ല, അത് തിരിച്ച് ഊരിങ്ങ് വരികയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോപ്പറാണ്. അപ്പോൾ ഇതുവരെ ഞാനിത് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.